ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ AD 52 മാർത്തോമയിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്തുമത വിശ്വാസികളായി തീർന്നവരുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ഏതാണ്ട് 12ഓളം കുടുംബങ്ങൾ മീനച്ചിലാറിന്റെ തീരത്തുള്ള കോട്ടയത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ താമസമാക്കി കൃഷിയും കച്ചവടവുമായി കഴിഞ്ഞുകൂടുകയായിരുന്നു. സ്വന്തമായൊരു ദേവാലയമുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും 7 ദിവസം കഴിഞ്ഞുകൂടിയപ്പോൾ അവരോരോരുത്തർക്കും ദർശനമുണ്ടായി. കാട്ടിൽ വെളുത്ത പശുവും കിടാവും കിടക്കുന്നത് കാണുന്ന സ്ഥലത്ത് ദേവാലയം പണിയുക എന്നതായിരുന്നു അവർ ഓരോരുത്തർക്കുമുണ്ടായ ദർശനം. ദർശനത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയ പൂർവ്വപിതാക്കന്മാർ പശുവിനെയും കിടാവിനെയും കണ്ട സ്ഥലത്ത് വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും നാമത്തിൽ ദേവാലയം സ്ഥാപിച്ചു. തുടർന്ന് ദൈവമാതാവിന്റെ നാമത്തിൽ 8 നോമ്പാചരിച്ചു വരികയും ചെയ്തു. 8 നോയമ്പാചരണത്തിന്റെ ഉത്ഭവം മണർകാട് പള്ളിയിൽ നിന്നുമാണ്. 1000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് മുളയിലും പനമ്പിലും തീർത്ത ദേവാലയം പിന്നീട് പല കാലഘട്ടങ്ങളിൽ പുതുക്കി പണിതിട്ടുണ്ട്. 16-ാം ശതകത്തിൽ പോർച്ചുഗീസ് രീതിയിൽ പൊളിച്ചു പണിതു. ഇപ്പോൾ കാണുന്ന ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കിയത് 1954-ലാണ്. ചിത്രാലങ്കൃതമായ ശില്പചാരുതയേറിയ പ്രധാന മദ്ബഹ. മദ്ബഹയിലെ ചിത്രപ്പണികൾ സ്വർണത്തിൽ പൊതിഞ്ഞിരിക്കുന്നു. തടിയിൽ തീർത്ത കൊത്തുപണികൾ നിറഞ്ഞ റത്താൾ, ഉയരത്തിലുള്ള ചിത്രാലങ്കൃതമായ മനോഹരമായ തോറ, ഇടതും വലതുമായി 2 ചെറിയ മദ്ബഹകൾ. ഇടതുവശത്തെ മദ്ബഹ മോർ കുര്യാക്കോ സഹദായുടെ നാമധേയത്തിലും വലതുവശത്തെ മദ്ബഹ മോർ ഇഗ്നാത്യോസ് നൊറോനയുടെ നാമധേയത്തിലും സ്ഥാപിതമായിരിക്കുന്നു. 1982 പരിശുദ്ധ ഇഗ്നാത്യോസ് സഖ പ്രഥമൻ പാത്രിയാക്കീസ് ബാബയുടെ മലങ്കരയിലെ ശ്ലൈഖിക സന്ദർശന വേളയിൽ ദൈവമാതാവിന്റെ ഇടക്കെട്ട് ഈ ദേവാലയത്തിൽ സ്ഥാപിക്കുകയും സുനോറോ പള്ളി എന്ന ബഹുമതി നൽകുകയും ചെയ്തു. പള്ളിയിലെത്തുന്ന വിശ്വാസികൾ ഈ സുനോറോ വണങ്ങി സായുജ്യമടഞ്ഞു മടങ്ങുന്നു. പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായി കാണപ്പെടുന്ന കൽക്കുരിശിന് കാണുന്ന അത്രയും നീളം താഴേക്കുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്രയും വലിയ കൽക്കുരിശ് ഉയർത്തുന്നതിന് ആനയുടെ സഹായം ആവശ്യമായിരുന്നു. അതിനേക്കായി 4 മൈൽ അകലെ പുതുപ്പള്ളിയിലുണ്ടായിരുന്ന ആനയെ തേടിയെത്തിയ പിതാക്കന്മാരെ ആനയെ തണുപ്പ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണെന്ന് കളവ് പറഞ്ഞ് ഉടമ മടക്കി അയച്ചു. നിരാശരായി മടങ്ങിയെത്തിയ പിതാക്കന്മാർ കണ്ടത് കുരിശ് സ്ഥാപിക്കുവാനെടുത്ത കുഴിയിൽ കുരിശ് നിവർന്നു നിൽക്കുന്നതും തങ്ങൾ അന്വേഷിച്ചു പോയ ആന കുരിശിന് ചുവട്ടിൽ കൊമ്പ് കുത്തി നിൽക്കുന്നതുമാണ്. ചങ്ങല പൊട്ടിച്ചോടിയെത്തിയ ആനയെ ഉടമയെത്തി തിരികെ കൊണ്ടുപോയി എന്ന് ഐതിഹ്യം. ഈ കുരിശിന്റെ ചുവട്ടിൽ ഭക്തജനങ്ങൾ ചുറ്റുവിളക്ക് കത്തിക്കുന്നത് പള്ളിക്കുളത്തിൽ മുങ്ങി ഈറനോടെ കുരിശിനു ചുറ്റും മുട്ടിന്മേൽ നീന്തൽ, ഉരുളുനേർച്ച എന്നിവ ഇവിടത്തെ പ്രത്യേക വഴിപാടുകളാണ്. തീരാരോഗങ്ങൾ ബാധിച്ചവർ കത്തിച്ച മെഴുകുതിരികളുമായി കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ദൈവമാതാവിനോട് മധ്യസ്ഥത യാചിക്കുന്നതും പൂർണ്ണ സുഖം പ്രാപിച്ചു മടങ്ങുന്നതും സാധാരണ കാഴ്ചയാണ്. പുരാതന കാലം മുതൽക്ക് തന്നെ പള്ളിയുടെ വടക്കും പടിഞ്ഞാറുമായി 2 കുളങ്ങൾ സ്ഥിതി ചെയ്തിരുന്നു. ഇതിൽ വടക്കേ കുളം സ്ത്രീകൾക്കായും പടിഞ്ഞാറേ കുളം പുരുഷന്മാർക്കായും വേർതിരിച്ചിരിക്കുന്നു. ഈ കുളത്തിലെ ജലം പുണ്യജലമായി കരുതി കുപ്പികളിലാക്കി കൊണ്ടുപോവുകയും രോഗശാന്തിക്കായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഭക്തർ അനവധിയാണ്. പള്ളിയുടെ കിഴക്കുവശത്തുള്ള റോഡിന്റെ കിഴക്കുവശത്തായി സ്ഥിതി ചെയ്യപ്പെടുന്നതാണ് ചെറിയ പള്ളി. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ഈ പള്ളി കൊല്ലവർഷം 1056 ശേഷം പണിയപ്പെട്ടതായി വിശ്വസിക്കുന്നു. കോട്ടയം ഇടവകയുടെ കടവിൽ പൗലോസ് മാർ അത്തനാസിയോസ് തിരുമേനി ഓലക്കുടിലിൽ വന്ന് താമസിച്ച് പള്ളിപ്പണിക്ക് മേൽനോട്ടം വഹിച്ചതായി ചരിത്രരേഖകൾ സാക്ഷിക്കുന്നു. 1993 പഴമ നഷ്ടപ്പെടാതെ തന്നെ ഈ ദേവാലയം പുനരുദ്ധരിച്ചു. 600 കിലോ തൂക്കമുള്ള മണി 2008 ഉടച്ചു വാർത്തു. പള്ളിയുടെ മുറ്റത്ത് വിശ്വാസികൾക്ക് തണലും കുളിർമയുമേകി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന
500 വർഷത്തിൽ പരം പഴക്കമുള്ള വൃക്ഷമുത്തശ്ശി. 1982 ഫെബ്രുവരി 27 ആഗമാന സുറിയാനി സഭയുടെ തലവൻ മോർ ആൻഡ് മോർ ഇഗ്നാത്യോ സഖ ഐവാസ് പ്രഥമൻ പാത്രിയാക്കീസ് ബാബ തിരുമനസ്സുകൊണ്ട് ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻമോർ ബസിലിയോസ് പൗലോസ് ദുദീയൻ ബാബയുടെ സഹകരണത്തിലും മലങ്കരയിലെ മെത്രാപ്പൊലിത്തമാരുടെ സാന്നിധ്യത്തിലും ഈ പള്ളിയിൽ വെച്ച് വിശുദ്ധ മൂറോൻ കൂദാശ നിർവഹിച്ചു. മുളുന്തുരുത്തിക്ക് ശേഷം മലങ്കരയിൽ ഈ ഭാഗ്യം കൈവന്ന രണ്ടാമത്തെ ദേവാലയമാണ് മണർകാട് പള്ളി.